വേർഡ് ഓഫ് ഗോഡ് ടുഡേ 3-ാം മണിക്കൂർ. നിയമാവർത്തന പുസ്തകം 3-ാം അധ്യായം 23 മുതലുള്ള വാക്യങ്ങൾ. അനന്തരം ഞാൻ കർത്താവിനെ വിളിച്ച് ഇപ്രകാരം അപേക്ഷിച്ചു: ദൈവമായ കർത്താവേ, അങ്ങയുടെ മഹത്വവും ശക്തമായ കരവും അവിടുത്തെ ദാസനെ കാണിക്കാൻ തുടങ്ങിയിരുന്നുവല്ലോ. ഇപ്രകാരം ശക്തമായ പ്രവൃത്തി ചെയ്യുവാൻ കഴിയുന്ന ദൈവം അങ്ങല്ലാതെ സ്വർഗത്തിലും ഭൂമിയിലും വേറെ ആരുള്ളൂ? യോർദാൻ അക്കരെയുള്ള ഫലഭൂഷ്ടമായ സ്ഥലവും മനോഹരമായ മലമ്പ്രദേശവും ലെബനോനും പോയി കാണാൻ എന്നെ അനുവദിക്കണമേ. എന്നാൽ നിങ്ങൾ നിമിത്തം കർത്താവ് എന്നോട് കോപിച്ചിരുന്നു. അവിടുന്ന് എൻ്റെ അപേക്ഷ സ്വീകരിച്ചില്ല. കർത്താവ് എന്നോട് പറഞ്ഞു, മതി, ഇക്കാര്യത്തെക്കുറിച്ച് ഇനി എന്നോട് സംസാരിക്കരുത്. പിസ്ഗായുടെ മുകളിൽ കയറി കണ്ണുകളുയർത്തി പടിഞ്ഞാറോട്ടും വടക്കോട്ടും തെക്കോട്ടും കിഴക്കോട്ടും നോക്കി കണ്ടുകൊള്ളുക. എന്തെന്നാൽ ഈ യോർദാൻ നീ കടക്കുകയില്ല. ജോഷുവായ്ക്ക് നിർദ്ദേശങ്ങൾ നൽകുക, അവനെ ധൈര്യവും ശക്തിയും പകരുക. എന്തെന്നാൽ അവൻ ഈ ജനത്തെ അക്കരയ്ക്ക് നയിക്കുകയും നീ കാണാൻ പോകുന്ന ദേശം അവർക്ക് അവകാശമായി കൊടുക്കുകയും ചെയ്യും. അതിനാൽ ബെത്പേറിൽ നിന്ന് എതിർവശത്തുള്ള താഴ്വരയിൽ നാം താമസിച്ചു. പ്രിയമുള്ളവരെ, ഇവിടെ യോർദാൻ്റെ തീരത്ത് വന്നു നിൽക്കുന്ന ഇസ്രായേൽ ജനത്തിൻ്റെ ഇടയിൽ ആയിരുന്ന മോശ കർത്താവിനോട് അപേക്ഷിക്കുക, എനിക്ക് ആ പ്രദേശം ഞാൻ കണ്ടു, മനോഹരമായ പ്രദേശം ഒന്ന് കാണാൻ എനിക്ക് അവസരം തരാമോ എന്ന് ചോദിക്കുക. കാരണം യോർദാൻ കടക്കുകയില്ലെന്ന് കർത്താവ് നേരത്തെ ജോഷുവായോട് പറഞ്ഞിരുന്നു. കാരണം ജോഷുവായുടെ കയ്യിൽ നിന്ന് മോശയുടെ കയ്യിൽ നിന്നും പറ്റിയ ഒരു അബദ്ധം ഇതിനകത്തുണ്ട്. കാരണം പാറയോട് കൽപ്പിക്കാൻ പറഞ്ഞു, പക്ഷേ അവർ പാറയെ അടിക്കുന്നതിന് മുമ്പ് അവരൊരു ചോദ്യം ചോദിച്ചു: ഞങ്ങൾ നിങ്ങൾക്ക് കുടിക്കാൻ ജലം തരണമോ? ദൈവമായ കർത്താവിൻ്റെ സ്ഥാനത്ത് ആ മഹത്വം ദൈവത്തിന് കൊടുക്കാതിരുന്നത് കാരണം ദൈവം അന്നേ പറഞ്ഞു, നീ യോർദാൻ കടക്കുകയില്ല. പ്രിയമുള്ളവരെ, ചെറിയ കാര്യങ്ങളിൽ പോലും വിശ്വസ്തനാണ് നമ്മുടെ ദൈവം. ഈ ദൈവത്തോടൊപ്പമാണ് നമ്മുടെ വാസം. നമ്മൾ ചെയ്യുന്ന ചെറിയ ചെറിയ തെറ്റുകൾ പോലും കണക്കാക്കപ്പെടുന്നുണ്ട്. വിധിയുടെ ദിവസത്തിൽ അവയൊക്കെയും നമ്മുടെ മുമ്പിലുണ്ടാവും. അതുകൊണ്ട് തന്നെ നമ്മൾ അറിഞ്ഞും അറിയാതെയും ചെയ്തു പോകുന്ന പാപങ്ങൾ അനുദപിച്ച് അത് ഏറ്റുപറഞ്ഞ് മനസ്താപത്തോടെ ഏറ്റുപറഞ്ഞ് കുമ്പസാരിച്ച് പൂർണ്ണമായ വിടുതൽ പ്രാപിക്കാതിരുന്നാൽ കൊച്ചു കൊച്ചു പാപങ്ങൾ പോലും നമുക്ക് എതിരെ നിൽക്കുവാൻ സാധ്യതയുള്ളതുകൊണ്ട് നമ്മളുടെ ജീവിതം കുറേ കൂടെ മെച്ചപ്പെടുത്തണമെന്ന് ദൈവം ആഗ്രഹിക്കുക. ഇല്ലെങ്കിൽ മോശയെപ്പോലെ ദൂരെ നിന്ന് സ്വർഗ്ഗകാനാൻ കണ്ടു മടങ്ങേണ്ട അവസ്ഥ നമുക്കും ഉണ്ടാകാതിരിക്കണമല്ലോ. തീർച്ചയായിട്ടും പ്രിയമുള്ളവരെ, നിത്യതയെ അവകാശപ്പെടുത്തുവാൻ വേണ്ടിയുള്ള നമ്മുടെ ഈ പരിശ്രമങ്ങളിൽ നമ്മൾ വീഴ്ച വരാതിരിക്കാൻ പരമാവധി ശ്രദ്ധിക്കുക. വീഴ്ച വന്നു പോകും. നമ്മൾ മനുഷ്യരാണ്, ബലഹീനരാണ്, വീഴ്ച വന്നു പോകും. കരുണയുള്ളവനാണ് ദൈവം. പഴയ നിയമത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അവൻ നമുക്ക് വേണ്ടി ബലിയായി തീർന്നവനാണ്. നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരം നമ്മളെക്കൊണ്ട് പറ്റില്ല എന്ന് മനസ്സിലാക്കിയ ദൈവം മനുഷ്യനായി അവതരിച്ച് നമ്മുടെ പാപങ്ങൾ അവൻ്റെ ശരീരത്തിൽ ഏറ്റുവാങ്ങി അവനതിന് പരിഹാരം ചെയ്തിട്ട് പിതാവിൻ്റെ വലതുഭാഗത്ത് നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കാൻ ഇന്നും ഉപവിഷ്ടനായിരിക്കുന്ന ദൈവമാണ്. ആ ദൈവത്തിൻ്റെ മുമ്പിൽ നമ്മളുടെ കുറവുകൾ നിൽക്കുമ്പം അത് അപ്പാ എന്നോട് ക്ഷമിക്കണം, എൻ്റെ ബലഹീനതയിൽ എനിക്ക് മോചനം തരണം എന്ന ഹൃദയം കൊണ്ടുള്ള നമ്മുടെ ചിന്തകളും പ്രാർത്ഥനകളും നമ്മുടെ ആഗ്രഹങ്ങളും സാധിച്ചു തരുന്ന ദൈവം നമ്മുടെ കൂടെയുണ്ട്. ആ ദൈവത്തോട് ചേർന്നാണ് നമ്മുടെ ജീവിതം. അവൻ നമ്മോട് കൂടെയുണ്ട്, നമ്മുടെ കൂടെ വസിക്കുന്നവനാണ്. ആ ഒരു ബോധ്യത്തോടു കൂടി ദൈവത്തോട് ആലോചന ചോദിച്ചുകൊണ്ട് എല്ലാ കാര്യങ്ങളിലും നീങ്ങാനും ദൈവസ്നേഹത്തിൽ നിറഞ്ഞു ജീവിക്കുവാനും ദൈവം നമ്മെ ശക്തരാകട്ടെ. പെന്തക്കോസ്താ തിരുനാളിൻ്റെ ഒരുക്കം നാളുകളിൽ കൂടുതൽ വിശുദ്ധിയോടെ നമുക്ക് ജീവിക്കാനുള്ള പരിശ്രമം ഉണ്ടാകാം. അതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.